ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഭിത്തികളിലൊക്കെ ഇതുപോലെ നമ്മൾ ആണി അടിച്ചത് അല്ലെങ്കിൽ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓട്ടയാക്കിയതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഫില്ല് ചെയ്യാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ പൊട്ടിയടിക്കുന്ന ആ ഒരു പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് താൽക്കാലികമായിട്ട്. അപ്പോൾ അതിനായി ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സോപ്പാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ ഉപയോഗിച്ച തേങ്ങിയ സോപ്പൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റ് കളർ സോപ്പാകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് പച്ച കളർ സോപ്പാണ്. അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് നമ്മുടെ ഈ ഒരു ആണിയുടെ ഒക്കെ ഭാഗത്ത് നമുക്കിത് അതുപോലെ ഒന്ന് ചുരണ്ടി വെച്ച് കൊടുക്കാം. വേണ്ട, ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ പച്ച കളർ ആയതുകൊണ്ടാണ് കേട്ടോ. പച്ച പെയിൻ്റ് ആണെങ്കിൽ നമുക്ക് മാച്ചാവും. ഇപ്പോൾ ഇത് പച്ച അല്ല, വൈറ്റ് പെയിൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വെള്ള കളർ സോപ്പാണെങ്കിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മറിഞ്ഞത് കണ്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജോയിൻ്റ് ഒക്കെ വിട്ടതുണ്ടെങ്കിൽ അതുപോലെ താൽക്കാലികമായി നമുക്ക് ഇത് സോപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു എഫക്റ്റ് ആയിട്ട് കിട്ടും. മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ ശർക്കരയാണ് കേട്ടോ. ശർക്കര ഒക്കെ വാങ്ങി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടോ ഇതുപോലെ പൂപ്പൽ വരും. ഇതുപോലെ ഒരു പൂപ്പൽ കളർ വരികയും അതുപോലെ തന്നെ ഇനി വെള്ളമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വെള്ളം ഒലിക്കുന്ന പോലെയൊക്കെ തോന്നുകയും ചെയ്യും. അപ്പം അങ്ങനെ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളിത് യൂസ് ചെയ്യാറില്ല. അപ്പം ഇങ്ങനെ വരുന്ന ഈ ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്ക് ശർക്കര വാങ്ങിയ ഉടൻ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരല്പം ഉപ്പുപൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് മുകളിൽ സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൂപ്പൽ നമുക്ക് ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഉപ്പുപൊടി കൊണ്ട് നമുക്ക് ഇത്ര ഒരു ഉപയോഗം ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ കാസ്ട്രോള് ഇതുപോലെ അടുപ്പിലുള്ള പാത്രങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പം ഒരുപാട് കാലം മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ജാതി സ്മെല്ലൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇത് ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യാത്തൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ആ ഒരു ബാഡ് സ്മെല്ല് പോക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഉപ്പ് തന്നെയാണ് കേട്ടോ. ഒരു അല്പം ഉപ്പ് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇനി സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കാസ്ട്രോളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലാക്കി കുറച്ച് ഉപ്പ് അതിലേക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ മൂടി വെക്കുകയാണെങ്കിൽ തീർച്ചയായും അതെടുക്കുന്ന സമയത്ത് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഇനി നമുക്ക് ഉപ്പ് തന്നെ വേണമെന്നില്ല, ഉപ്പിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഗ്രാമ്പൊക്കെ വേണം ഇട്ട് കൊടുക്കാം കേട്ടോ. അതും നല്ലൊരു സ്മെല്ലാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു പട്ട അല്ലെങ്കിൽ ഒരു ഏലക്കായ ഒന്നും മതി. അതെന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടും. ഇതുപോലെ അടച്ച് സൂക്ഷിക്കുന്ന ഏത് തരം പാത്രം ആയിക്കോട്ടെ, ഇനി ബോട്ടിൽ ആയിക്കോട്ടെ, ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ.